ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇടത്തേക്ക് ഇതാ ലൈന് വരുന്നില്ല. അന്നേരം ഡ്രൈവർ അത് പിടിച്ച് ഇതായാലും തപ്പിട്ട് പൊടിയായി താലേക്ക് വീണ്ട് കൈയും കാലെല്ലാം പൊട്ടിയിട്ട് ആശുപത്രിയിൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വർക്കിന് പോകുന്നത്. കുറേ ആയി വർക്കൊന്നും ഇല്ലാത്തത്. ഡിഷിൻ്റെ വർക്കൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അത് കുറേ കാലത്തിന് ശേഷം ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്കെയറിലാണ് ഇന്ന് വർക്കിന് വന്നത്. സമയം 4 മണിയായി. 4 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. നേരെ അടുത്തേക്ക് പോകുന്നതാണ്. നേരെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, വെയിലും ഉണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്. അന്നേരം രണ്ടും കൂടി ആകുമ്പോൾ എന്താ പറയുക, നല്ലൊരു സുഖമുണ്ട്. അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം. കോട്ടലെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല തണുക്കും. അങ്ങനെ നമ്മളെ ഞാൻ ഇപ്പം നേരെ പോകുന്നത് ബുക്കെയറിലേക്കാണ് കേട്ടോ. നേരെ തന്നെയാണ് ബ്രിഡ്ജ്. നേരെ ബുക്കെയറിലേക്ക്. റൈറ്റ് സൈഡിലുള്ള ഏരിയ ആണ് സനയ. നമ്മളെ വണ്ടികളെല്ലാ പാർട്സുകളും വന്ന് സാധനങ്ങൾ നന്നാക്കേണ്ടതെല്ലാം എൻ്റെ മെയിൻ ഏരിയ ആണ് നമ്മളെ സനയ. 1 മുതൽ ഏകദേശം 58 വരെ അങ്ങാട്ടുണ്ട്. അന്നേരം ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ ആണ് അയിൻകാലിത്. അന്നേരം അയിൻകാലിൽ ഇപ്പം പണ്ട് ഇവിടെ കുറേ കാലി സ്ഥലങ്ങളായിരുന്നു. ആടി ഇപ്പം ഫുള്ള് വീട് വന്നു തുടങ്ങി. അങ്ങനെ ഒരു വീടുകളെ ഏരിയ ആയി മാറി. ഇപ്പം ഈ ഭാഗത്തുള്ള അതുകൊണ്ട് എല്ലാ ബിൽഡിങ്ങും ഇതെല്ലാം പണ്ടെല്ലാം ഉറങ്ങിയ പോലെ ആയിരുന്നു. ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരും ഇങ്ങോട്ടെല്ലാം ഉണർവ് വന്ന് ഇഷ്ടംപോലെ ഇത് ഷോപ്പുകൾ വന്ന് ഈ അയിൻകാലത്തെ ഏരിയയിൽ വീട് വന്നതിന് ശേഷം ഇപ്പം സെറ്റായി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ്. വീട് മുതലാണ് സ്റ്റാർട്ടിങ്. ഏകദേശം 8 കിലോമീറ്ററോളം നീളമുണ്ട് ഈ ബിൽഡിങ്ങിന്. ഇത് ഒറ്റ ബിൽഡിങ്, ഒരേ ഇതിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിലെല്ലാം പണ്ട് ഫുള്ള് കാലിയായിരുന്നു. ഇപ്പം എല്ലാം ഷോപ്പുകളായിപ്പോയി. ബിൽഡിങ് മൊത്തം ഷോപ്പുകളായിപ്പോയി. അപ്പോൾ ഓൾറെഡി ചായ കുടിച്ചിന്. പോകുന്ന വഴിക്ക് ഒരു ചായയും കൂടി കുടിച്ചാൽ തണുപ്പല്ലേ, ജോലിക്കൊരു ഉഷാർ കിട്ടും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബുക്കെയർ. മൈദർ ബുക്കെയർ. ബുക്കെയറും അല്ല, മൈദർ ബുക്കെയർ. പണ്ട് ബുക്കെയറായിരുന്നു. മൈദറിന് ഫുള്ള് ഇവിടെ ആൾക്കാർ വീടെടുത്ത് താമസം മാറിയതിന് ശേഷം മൈദർ ബുക്കെയറായി. അപ്പോൾ നമ്മൾ പണിയെടുക്കേണ്ട ലൊക്കേഷനിലെത്തി. ഇതാണ് വീട്. ഹലോ, അസ്സലാമു അലൈക്കും. أنا مال التلفزيون. أنا في موجود برا. أنا مال التلفزيون. يلا تعال موجود برا. ഓക്കെ, വരാൻ പറഞ്ഞു. ഇനി നമുക്ക് നമ്മളെ യുദ്ധം തുടങ്ങാം. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതെന്തെന്നാ, സാധാരണ ഗേറ്റിനാന്ന് കാണല്ലോ ഇതേപോലത്തെ. വീട്ടിന് ആർച്ചായി കൊടുത്തിലൊക്കെ മുകളിൽ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അടിയിൽ ഖത്തർ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡിഷ്. ഇതെങ്ങനെ ഈടെ ഡിഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വരാം. ഏതായാലും അതിൻ്റെ മുകളിൽ കയറി നോക്കണം. എൻ്റെ മുകളിൽ കയറാം. ഓ, പൊട്ടി പോവാ. ഇതിൻ്റെ മുകളിൽ വെച്ചാൽ പോരെ. ഇതിപ്പോൾ പുതിയത് ഉണ്ടാക്കിയതാണെന്ന് സംശയമുണ്ട്. വീട്ടിലേക്ക് 4 വയറ് വന്നിട്ടുണ്ട്. ഒരു വയറേ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ആരോ ഇത് ഫുള്ള് കൊളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് വർക്ക് ചെയ്യാത്തത്. സൂര്യൻ അതാ അസ്തമിക്കാൻ പോകുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ നോക്കിയാൽ ഏകദേശം മൈദർ ബുക്ക് ചെയ്ത് മൊത്തം കാണുന്നുണ്ട് കേട്ടോ. അതാ എല്ലാം പുതിയ വീടാണ് കേട്ടോ. എല്ലാം പുതിയ വീട്. പുതിയ വീടല്ലാത്തൊരു വീട് ഇടിയില്ല. എല്ലാം 1 വർഷം 2 വർഷം കൊണ്ടുണ്ടായ വീടുകളായത്. ഓക്കെ, മൈദർ ബുക്കെയറിൻ്റെ കാഴ്ചകൾ ഇതെല്ലാം പുതിയ എല്ലാം വന്നതാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ മൈനസ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകൾ എന്ന് പറഞ്ഞ സംഭവമില്ല. സൂപ്പർ മാർക്കറ്റോ കടകളോ എന്ന് സാധനവും ഇല്ല. എല്ലാത്തിനും
അങ്ങ് പോകണം. 1 2 3 4 5 അങ്ങ് ആ ടവറിൻ്റെ സ്ഥലത്ത് തണുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് വേഗം പണി കഴിച്ച് പുറത്തിറങ്ങണം. കുറേ വയറുണ്ടാകുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യല്. താഴെ റിസീവർ കണക്ഷൻ കൊടുത്തിട്ട് ഇടാ ജസ്റ്റ് നാവിൽ വെച്ചു, അന്നേരം നല്ല തരിപ്പ് വരും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്, കരണ്ടാണ്. പക്ഷേങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെയാ ചെയ്യല്. ഇതന്നെയല്ലേ ഇതല്ല, ഇതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞ് ഒരു വയറേ ഒരു ടി വി ഉള്ളൂ തോന്നുന്നുണ്ടാല്. ആ ഒരു വയറ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ടി വി കഴിഞ്ഞിട്ടാകുമ്പോൾ വേറെ ടി വി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ആദ്യം വന്ന് നോക്കേണ്ടി വരും. ഇനി അവിടെ താല്പര്യം ഒരു ഡിഷും കൂടി ഒന്ന് ലെവലാക്കണം. അപ്പോൾ ഇതാണ് ഡിഷ്. ഇത് നെയിൽസാറ്റാണ്. ഇതിൽ അത്യാവശ്യം എല്ലാ ചാനലും കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു ഡിഷേ വെക്കുന്നുള്ളൂ. പിന്നെ വേറെ നമുക്ക് സ്പോർട്സ് ചാനലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഡിഷും കൂടി വെക്കണം. പിന്നെ ഇപ്പോൾ എല്ലാവരും കുറേ ആൻഡ്രോയിഡും മറ്റേ സിസ്റ്റം അത് ഇതെല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഇതും കൂടി ഒന്ന്, ഇത് കുറച്ച് സിഗ്നൽ കുറവുണ്ട്, ഇതും കൂടി ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. അപ്പോൾ കീർത്തിയും പണി കഴിഞ്ഞു. നോക്കാം, താല് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. താലെ കുത്തി വെച്ചിട്ടുണ്ട്, അന്നേരം ഞാൻ താലേക്ക് വെക്കാന്ന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ക്ലോസ്ഡ്, കാരണം അറിയാത്ത വീടുകളല്ലേ. അന്നേരം നമുക്ക് ഉള്ളിലെല്ലാം അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിലിടുന്നല്ലേ, പണി കാണിക്കണ്ട. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് എടുത്ത വീഡിയോ. അപ്പോൾ ഇതാണ് ടി വി. ഓഫാക്കിനി സംഭവം ചാനൽ വന്നിട്ടുണ്ടാവും. വരണം, റഷീദ് പണിയെടുത്താൽ പിന്നെ ഒറ്റ പണി മാത്രം, ഒറ്റ പണിക്ക് തന്നെ എല്ലാം ക്ലിയർ ആവണം. നോക്കാം, ലൈവായിട്ട് നോക്കാം വരുന്നുണ്ടോന്നില്ലയോ. അല്ല HDM 1-ൽ 2-ലും അല്ലേ, 3 ഉണ്ടോ? 3 ഉണ്ടല്ലോ, 3-ൽ യെസ്. അല്ല, നോ സിഗ്നൽ. എന്ത് പറ്റി? എനിക്ക് ഇഷ്ട പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ വയറ് ഏടിലോ പൈപ്പിലൂടെ പോയിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് കണ്ടുപിടിച്ച് പൈപ്പ് ഇവിടെ നോക്കുമ്പോൾ ഇവിടത്തേക്ക് ഇതാ ലൈന് വരുന്നില്ല. ഇവിടുന്ന് താഴേക്ക് ഇവിടുത്തം വരെ കണക്ഷൻ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇത് താഴെ റിസീവറിലേക്കാണ്. ഇവിടത്തേക്ക് മുകളിൽ നിന്നുള്ള വയറ് വരുന്നില്ല. അന്നേരം ഈ വയറിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അന്നേരം മുകളിൽ വേറെയും 3 വയറ് വരുന്നുണ്ട്. അതിന് വേറെ ലൈനൊന്നും കൊടുത്തിട്ട് കാണുന്നില്ല. അന്നേരം ഇതിൽ കട്ട് ചെയ്തിട്ട് ഇനി ജോയിൻ്റ് കൊടുക്കാം. അതാണ് പരിപാടി. അപ്പോൾ വീണ്ടും ടോപ്പിലേക്ക് കയറി നമ്മളെ സൂര്യനിലുള്ള താഴേക്ക് പോയി കേട്ടോ. അപ്പോൾ കയറിൻ്റെ എല്ലാ നിറവും മാറി, ലൈറ്റെല്ലാം ഉദിച്ചു വന്നു എല്ലായിടത്തും. ഇവർ ലൈറ്റ് ഇട്ട്, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാകുമ്പോൾ ഇവർ ലൈറ്റ് ഇട്ട്, അങ്ങനെ എല്ലായിടത്തും ലൈറ്റ് വന്ന് ഇനി താഴേക്ക് ഇറങ്ങുന്നു പോകുന്നത്. ഇതോടുകൂടി തീർന്നെന്ന് വിചാരിക്കാം. ലൈറ്റ് ഇട്ടേരം നല്ല മൊഞ്ചുണ്ടല്ലോ. തലർങ്ങാം. ഇത് കണ്ട മറ്റേ ലൈറ്റ് വെച്ച് കൊടുത്തിട്ട് LED-ൻ്റെ എല്ലാത്തും മംഗലപുരമാക്കിയിട്ട് ഈ സാധനം കണ്ട, ഈ സാധനം ഇത് നല്ല വാർപ്പിൻ്റെ സാധനമാണ്. ഇത് അധികം വീട്ടിൽ ഇവർ പ്ലാസ്റ്റർ പാരീസിൻ്റെ ഒരു സ്ക്രൂ ഇട്ടിട്ട് ഒപ്പിച്ചിട്ട് വെക്കുക ചെയ്യുക. അങ്ങനെ ഞാനൊരു പണിക്ക് വന്നൊരു വീട്ടിൽ ഇതേപോലെ ഉണ്ടായിട്ട് ഡ്രൈവർ മുകളിൽ കയറി, ടാങ്കിൽ വെള്ളമില്ലായിട്ട് ഡ്രൈവർ എന്ത് വേണമെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തം വരെ കോണിയുള്ളൂ. ഇത് പിടിച്ചേരം പൊട്ടി. കാരണം അത് സ്ക്രൂ ഇട്ടിട്ട് ചെയ്തതാണ്. ഡ്രൈവർ വിചാരിച്ച് വാർപ്പാണെന്ന്. ഞാൻ എല്ലായിടത്തും പണിക്ക് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കലുണ്ട് ഫസ്റ്റ്. കാരണം ഇത് കുറേ സ്ഥലത്ത് പ്ലാസ്റ്റർ പാരീസിൻ്റെ ഒപ്പിച്ചിട്ട് ചെയ്തിട്ട് അതിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഒരു മോഡലിങ്ങിന്.
അന്നേരം ഡ്രൈവർ അത് പിടിച്ച് ഇതായാലും തപ്പിട്ട് പൊടിയായി താലേക്ക് വീണ്ട് കയ്യും കാലെല്ലാം പൊട്ടിയിട്ട് ആശുപത്രിയിൽ. ഇനിയിപ്പോൾ എന്തായെന്നറിയില്ല, നാട്ടിലേക്ക് പറഞ്ഞയച്ചെന്നറിയില്ല. ഞാനുള്ളൊരു ആശുപത്രിയിലുള്ള. അപ്പോൾ ഫൈനലി വർക്കായി. സംഭവം തന്നെയാണ്. അല്ല റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലേ? അയ്യോ ബാറ്ററി ലൈറ്റാ നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. പൈസ കിട്ടിയിട്ടില്ല. പൈസ മാസാവസാനം തരാമെന്ന് പറഞ്ഞു. മാസാവസാനം ഇപ്പം ഏകദേശം എത്ര, ഇതേതാ ഡേറ്റ്? 19 അല്ലേ? ഇനി 10 ദിവസം കൂടിയുണ്ട്. മാസാവസാനം ഡ്രൈവർ അങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പ്രശ്നമില്ല, നല്ല കസ്റ്റമറാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വരുന്ന വീടാണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഒരാൾ പണിയെടുക്കുന്നുണ്ട്. അന്നേരം അവൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക്. അത് നോക്കിയൊരു വീടാണ് കേട്ടാ, കൊട്ടാരം. അതിന് മതിലിന് തന്നെ കോടികൾ ചിലവാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ഇനി ലേറ്റായ സമയം ഞാനിപ്പോൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്ര സൂക്കിലേക്കാണ്. നല്ല അടുത്ത വീഡിയോയിൽ നല്ല വക്ര സൂക്കിൻ്റെ കാഴ്ചയും അവിടുത്തെ നല്ല ഫുഡ് അതെല്ലാം കാഴ്ചകൾ കാണിക്കും. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നു. ഇതാണ് ചെറിയ വർക്കിന് പോകുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. എന്നാലും നല്ല കാഴ്ചകളും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.